ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പലതരത്തിൽ സർബത്ത് കഴിക്കാറുണ്ട് അല്ലേ? സർബത്ത് കുടിക്കാറുണ്ട്, ലൈം സർബത്ത്, സോഡ സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. സർബത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ റൂഹ് ഹഫ്സയാണ് കേട്ടോ. ഇതൊരു പാകിസ്ഥാനി ഡ്രിങ്ക് ആണേ, റൂഹ് ഹഫ്സ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ബോട്ടിലാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. നമുക്കത് ആമസോണിലും മറ്റുള്ള പല സൈറ്റിലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വലിയൊരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ടായി കേട്ടോ. അതിന് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ നമ്മുടെ മൊഹബത്ത് കാ സർബത്തില്ലേ അതാണെന്ന്. അതുപോലെ തോന്നി. പക്ഷെ അങ്ങനെയല്ല. ഇത് കണ്ടില്ലേ, തണ്ണിമത്തനൊക്കെ നല്ലോണം മുറിച്ചിട്ടതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ക്രഷ് ചെയ്തിട്ടു. കൈ കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇട്ടുന്നുള്ളൂ കേട്ടോ, പച്ചയുടെ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മധുരം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്, നമ്മുടെ പഞ്ചസാര. ശേഷം നമ്മുടെ ശുദ്ധമായ പശുവിൻ പാൽ ചേർക്കുന്നുണ്ട്. ശുദ്ധമായ പശുവിൻ പാലിൻ്റെ അളവ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പാക്കറ്റ് പാലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മിൽമ ഒരു പാക്കറ്റ് മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ ഇടണം. പിന്നെ നമ്മുടെ താരം, നമ്മുടെ റൂഹ് ഹഫ്സ സർബത്തിൻ്റെ ആ സംഭവം നമ്മൾ ചേർക്കുന്നത്. ഇത് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ സർബത്തിൽ നിന്നൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് തണുപ്പിക്കാൻ വെക്കാം. കുറച്ച് നല്ലോണം തണുപ്പിക്കാൻ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു കുടിക്കാനുള്ള ഒരു തണുപ്പിലെത്തുന്ന സമയത്ത് നമുക്കെടുത്ത് കുടിക്കാം കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കണ്ട, താഴെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കുടിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. ഇതൊരു വെറൈറ്റി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടാ. നമ്മുടെ എന്താ പറയുക, ലൈം സർബത്തും സോഡ സർബത്തൊക്കെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി പാകിസ്ഥാനി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 500, 300 ആ റേറ്റിലാണ്. നമ്മുടെ ഓരോ ലിറ്ററിന് കണക്കായിട്ട് കുപ്പിയുടെ ഓരോ അളവനുസരിച്ചിട്ട് റേറ്റ് മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ, ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സൈറ്റിൽ കയറിയിട്ട് വാങ്ങിയിട്ട് നിങ്ങളിതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇത് പിന്നെ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉപയോഗിക്കാമല്ലോ. നമ്മൾ ഒറ്റയടിക്ക് എടുക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ വെറൈറ്റി പേരുമാണ് ഞാൻ പറഞ്ഞു. കണ്ടില്ലേ, ബോട്ടിൻ്റെ മുകളിൽ പാകിസ്ഥാൻ ഏരിയ കണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ വേണമെങ്കിൽ 2 ഐസ് ക്യൂബൊക്കെ ഇട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് മുന്നേ കുടിച്ചവരുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് അഭിപ്രായം പറയാൻ മറക്കരുതേ. ടാറ്റാ ബൈ ബൈ, സീ യു.